ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. രാവിലെ വന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടു. ദോശയും കടലക്കറിയായിരുന്നു. അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ ചായ പതിവല്ല, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി. ഞങ്ങൾ ഇപ്പം പഞ്ചാബിലാണുള്ളത്. പഞ്ചാബിൽ കാലാവസ്ഥയൊക്കെ നമുക്ക് പിടിച്ചു വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പനി. അപ്പോൾ രാവിലെ ഒരു ജിഞ്ചർ ടീ ഒക്കെ ഇട്ട് കുടിച്ചു. അതിനുശേഷം പാല് വന്നു, പാല് അനത്തി വെച്ചു. പിന്നെ ആ പാല് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇകമൊക്കെ കുറുക്ക് വെച്ചാണ്. അതിനകത്തോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമൃതം പൊടി കലക്കി ഒഴിക്കുകയാണ്. അപ്പം അത് കഴിച്ചതിന് ശേഷം ഇകമോക്ക് ദോശ വേണമെന്ന് പറഞ്ഞ്. വലിയ സംഭവമാണ്. വേണമെന്ന് പറയത്തേ ഉള്ളൂ, ഒന്നും കഴിക്കാറില്ല. അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്ത്, കഴിക്കത്തില്ലെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവളിവിടെ തിരിച്ച് വയ്ക്കും. അത് കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവളവിടെ നിന്ന് കഴിക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്ക് ആ സമയത്ത് കുറച്ച് ജോലി തീർക്കാൻ വന്ന. അപ്പം എനിക്കിവിടെ ചിരക ചിരവ എന്നങ്ങണ്ടല്ലേ പറയുന്നത്, അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. എന്നിട്ട് കുറച്ചെടുത്ത് മാറ്റി എല്ലാ കറികളും ഒരുമിച്ച് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കും. അപ്പം ഞാൻ തോരന് വേണ്ടി അരപ്പരയ്ക്കുകയാണ്. എന്നിട്ട് ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം നോർമലായിട്ട് ചെയ്യുന്നതൊക്കെ ഇട്ടു. അതിന് ശേഷം ഞാനത് അരച്ചു. അത് തോരന് വേണ്ടി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പം കടുകൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഇകമോൾ വന്ന് എൻ്റെ അടുത്ത് ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട്. അവിടെ നിന്ന് ചാരി നിൽക്കുക, എന്തോ കിസുമത്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ബാക്കിൽ നിൽപ്പുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അത് അടച്ചു വെച്ച് വേവിക്കാൻ പോയിട്ട് അവൾ കുറച്ച് സമയം അടങ്ങി നിൽക്കത്തുള്ളൂ. അതിന് മുമ്പ് അടുത്ത ചെയ്യുക. അപ്പം ഞാൻ പരിപ്പിന് വേണ്ടി പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പയർ അലവാക്കാതെ ഞാൻ വേവിച്ചത്. അത് കാരണം ഫുൾ പയറിട്ട് നല്ലപോലെ കുക്കറിൽ നല്ല കുഴമ്പ് പരുവത്തിൽ വേവിച്ചെടുത്തത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പരച്ചു. അപ്പോഴത്തേക്ക് ഇകമോൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ, അമ്മ എന്തോ അമ്മ ഉണ്ടാക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തോരനാണോ അമ്മേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവൾ ഇരുമ്പെടുക്കണം, പാത്രങ്ങൾ വേണം, സ്പൂൺ തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് താഴെ നിൽപ്പുണ്ട് ആൾ. അപ്പോൾ ഞാൻ പരിപ്പിനുള്ള അരപ്പരച്ച് നോക്കിയപ്പോൾ നല്ല ലൂസായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പയറെടുത്ത് മിക്സിയിലടിച്ച് കൊഴുപ്പാക്കി, എന്ന് വെച്ചാൽ നമ്മൾ അലവാക്കാതിട്ടതുകൊണ്ട് പയറും വെള്ളവും വേറെ വേറെ കിടന്നു. അപ്പോൾ ഞാൻ കുറച്ച് മിക്സിയിലടിച്ചിട്ടപ്പോഴത്തേക്ക് കറക്റ്റ് നല്ല പരിപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നു. അതിനുവേണ്ടി കടുക് വറുക്കാൻ വെക്കും. കടുക് വറുക്കാൻ വെച്ചപ്പോൾ കുറച്ച് നാളായിട്ട് ഇകമോളായിട്ട് അനക്കൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് നോക്കാൻ പോവും. ഇപ്പോൾ നോക്കാൻ പോകുമ്പോഴത്തേക്കാണ് ഇകമോളുടെ കിസുമത്ത് നടക്കുന്നത് അവിടെ. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് അതിരിക്കുമ്പോഴേ മനസ്സിലായിക്കോണം എന്തെങ്കിലും കിസുമത്തായിരിക്കും അവിടെ ചെയ്യുന്നതെന്ന്. നോക്കിയപ്പം ഷാമാം വെള്ളം കുടിക്കുന്ന കുപ്പിക്കകത്ത് അതിൻ്റെ അരി എടുത്തിടുമായിരുന്നു ആ ചട്ടി. ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൂടെ നിർത്തി. കടുകൊക്കെ വറുത്തൊഴിച്ചതിന് ശേഷം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഒരുപാട് കറിയൊന്നും വെക്കാറില്ല. എന്തെങ്കിലും ഒഴിക്കാനും അല്ലാതെ തോരനോ അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ. അപ്പം ഒഴിക്കാൻ പരിപ്പുണ്ട്, തോരൻ വെച്ചു, മീൻ വറുത്തത് ഇരിപ്പുണ്ട്, പിന്നെ അച്ചാർ, പൊടിച്ചമ്മന്തി, ആ ഐറ്റംസിലെല്ലാം ഇരിപ്പുണ്ട്, മീനച്ചാർ ഇരിപ്പുണ്ട്. എന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി, സിങ്കൊക്കെ വൃത്തിയാക്കി. എന്നും എൻ്റെ ഡേ ഇങ്ങനെ തന്നെ. എന്നും പാചകം ചെയ്യുന്നു, പിന്നെ തുണി വാഷ് ചെയ്യുന്നു, വീട് വൃത്തിയാക്കുന്നു, ഇതൊക്കെ തന്നെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ അതെല്ലാം ചെയ്തിട്ട് വെളി വന്നപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി ഇവിടെ കാലിലൊക്കെയാണ് പൂജിക്കുന്നത്. ആ പൂജ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഇകമോളും ഞാനിവിടെ കാണാൻ ചെന്നപ്പോൾ ഇകമോക്ക് കുറിയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ തുണിയൊക്കെ കഴുകി വിരിച്ചു. അതിനുശേഷം ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. ഹസ്ബൻഡ് വന്നു, കഴിച്ചു. പിന്നീട് ഞാൻ തൂത്തൊക്കെ വാരി തുടച്ചു, ഫ്ലോറൊക്കെ ക്ലീനാക്കിയിട്ട് കുറച്ച് ഇകമോട് തുണിയെല്ലാം കൂടെ മിക്സായി കിടന്നത്, എളിയിലിടുന്നതും വീട്ടിലിടുന്നതും കൂടെ അതെല്ലാം കൂടെ ഞാൻ അടുക്കി വെച്ചു. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇകമോൾ ഞാൻ മടക്കി വയ്ക്കുന്നതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ മസ്മലൻ വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് വൈകിട്ടായി. കുറച്ച് നേരങ്ങൾ കിടന്നിട്ടൊക്കെ എണീറ്റപ്പോഴത്തേക്ക് അവൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചായ കൊടുക്കാറില്ല, അതിന് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പറ്റിക്കാറുണ്ട്. ചായ കൊടുത്തു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഏട്ടന് ചോറ് കൊടുത്തു, മോക്കും ചോറാണ് കൊടുത്ത്. ഞാൻ പാല് ഇങ്ങനെ ചിയാ സീഡൊക്കെ കുതിർത്തിട്ട് നട്ട്സും ഒക്കെ ഇട്ടിട്ടാണ് കഴിച്ചു. ഇന്ന് രാവിലെ കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ രാത്രി ഡിന്നർ അതാക്കിയെന്നേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ഓരോ ദിവസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും കടന്നു പോകുന്നു. ഞാൻ അങ്ങോട്ട് കൊണ്ട് ചെന്നപ്പോൾ ഇകമോൾ വലിയ എന്തോ സംഭവം എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മേടിച്ചു കുടിച്ചിട്ട് പാലാന്നോ അമ്മയെന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ടെന്നും പറഞ്ഞ് പോയി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു.